ഈ ഒരു ഫ്രോക്ക് കസ്റ്റമർ നേരിട്ട് തന്നൊരു ഓർഡർ ആയിരുന്നു. അവർ തന്ന റെഫറൻസ് പിക്ക് ഇതായിരുന്നു. അതിൻ്റെ സ്ലീവ് മാറ്റിയിട്ട് സ്ട്രാപ്പ് മാത്രം വെച്ചിട്ട് ചെയ്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രോക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹിച്ചിട്ട് കുറേ ആയിട്ടാണ്. അപ്പോഴാണ് ഈ ഓർഡർ വരുന്നത്. രോഗി ഇച്ചിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് കയറുന്ന പോലെയാണ് അവസ്ഥ. അപ്പോൾ ഓർഡർ കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ നോക്കുമ്പോൾ അതാ വരുന്ന അടുത്ത പണി. ഈ ഓർഡർ കിട്ടിയ സമയത്ത് എനിക്ക് നല്ല തിരക്കുള്ള സമയമായിരുന്നു. അപ്പോൾ ഇനി ഇത് എടുക്കണോ വേണ്ടേ എന്നിങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയായിരുന്നു. ഏതായാലും ഞാൻ അവരുടെ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ദിവസത്തിനുള്ളിലാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ടൈം ഉണ്ട് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കണ്ണും പൂട്ടിയിട്ടുണ്ട് ഈ ഒരു വർക്ക് ഏറ്റെടുത്ത്. എനിക്കാണെങ്കിൽ പുതിയ എന്തെങ്കിലും വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും മോഡലോ ഡിസൈനോ കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയായിക്കാരം. അപ്പോൾ നോക്കുമ്പോൾ പഴയ വർക്കും ഒക്കെ ഉണ്ട് അവിടെ, ഇതും ഉണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യാതെ വിചാരിച്ചിരിക്കുമ്പോൾ ഏതായാലും പഴയത് ആദ്യം ചെയ്യട്ടെ, ഇനി ഇതിന് ടൈം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇത് അതിന് ശേഷം ചെയ്യാതെ വിചാരിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഈയൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു ഫ്ലവർ കട്ടിങ് ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ്. എന്തായാലും ഞാൻ കഴിയും പോലെയൊക്കെ ചെയ്തിട്ട് ഫ്ലവറും ഞാൻ അതിന് ഒപ്പിച്ചെടുത്തു. അതിൻ്റെ മുകളിൽ ഇത് മുത്തൊട്ടിക്കാണ്. ആ മുത്ത് ഞാൻ ഒട്ടിക്കുന്നത് നമ്മളെ 7000-ൻ്റെ പശ വെച്ചിട്ടാണ്. മുത്തേ അവിടെ നിൽക്കുക എൻ്റെ പൊന്നെ മുത്തേ, അതാ നിന്നു. രക്ഷപ്പെട്ടു. ഇതേപോലെ ഈ ഒരു പശ വെച്ച് തേച്ചിട്ട് നമ്മൾ വെക്കുകയാണെങ്കിലേ അങ്ങനെ പെട്ടെന്നൊന്നും ചാടി പോരൊന്നുമില്ല. നമ്മളിത് പറിച്ചെടുത്താൽ തന്നെ പോരുള്ളൂ. പിന്നെ ഫ്രോക്കിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഫ്ലവറും അതിൻ്റെ പോലെ തന്നെ മുത്തൊക്കെ നമ്മൾ തുന്നിപ്പിടിച്ചിട്ട് ആ ഫ്രോക്കിനെ അങ്ങോട്ട് ചുറുക്കാക്കിയിട്ട് എടുത്തു. കസ്റ്റമർക്ക് ഇതിൻ്റെ ഞാൻ പിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുട്ടിക്കും തന്നെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സന്തോഷമുള്ള നിമിഷമാണത്. കാരണം നമുക്ക് അതിനെടുത്ത ആ എഫക്റ്റും ടൈമും ഒക്കെ ഒരു നല്ലൊരു കാര്യത്തിലായല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടി ഇതിലുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കസ്റ്റമറുടെ പിക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.